യാനോമാമി ഗോത്രത്തിന്റെ അത്ഭുതകരമായ മരണാനന്തരാചാരങ്ങൾ നോക്കാം. ദക്ഷിണ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിലാണ് യാനോമാമികൾ ജീവിക്കുന്നത്. ഇവരുടെ എണ്ണം 35,000-ഓളം കാണും. പ്രകൃതിയെയും ആത്മീയ വിശ്വാസങ്ങളെയും ഏറെ മാനിക്കുന്നവരാണ് ഇവർ. യാനോമാമികൾക്ക് മരണം സാധാരണ ഒരു അവസാനമല്ല. അവർ വിശ്വസിക്കുന്നത് ഒരു ശത്രു ഗോത്രത്തിന്റെ ദുഷ്ടാത്മാവ് തന്നെയാണ് മരണത്തിന് കാരണമെന്നാണ്. അതുകൊണ്ടാണ് ആത്മാവിന് സമാധാനം ലഭിക്കണമെങ്കിൽ പ്രത്യേക ചടങ്ങുകൾ നടത്തേണ്ടത്. മരണം സംഭവിച്ചാൽ ശരീരം ഇലകളിൽ പൊതിഞ്ഞ് ഗ്രാമത്തിന് പുറത്തുള്ള വനത്തിലേക്ക് മാറ്റിവയ്ക്കും. 30 മുതൽ 45 ദിവസത്തിനകം ശരീരം ജീർണിക്കും. പിന്നീട് അവശേഷിക്കുന്ന അസ്ഥികൾ ശേഖരിച്ച് ചിതയിൽ വെച്ച് കത്തിക്കും. അസ്ഥികൾ ചിതയിൽ വെച്ച് കത്തിക്കുമ്പോൾ ഗോത്രം മുഴുവൻ ചേർന്ന് പ്രാർത്ഥനകളും ഗാനങ്ങളും നടത്തും. ഇത് അവരുടെ ആത്മീയ ചടങ്ങുകളുടെ പ്രധാന ഭാഗമാണ്. ചിതയിൽ നിന്നുള്ള ചാരമെടുത്ത് വാഴപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേക സൂപ്പിൽ കലർത്തും. കുടുംബാംഗങ്ങളും ഗോത്രത്തിലെ എല്ലാവരും ചേർന്ന് അത് കുടിക്കും. ഇങ്ങനെ ചെയ്താൽ മരിച്ചവന്റെ ആത്മാവ് കുടുംബത്തിനൊപ്പം തുടരുമെന്ന് അവർ വിശ്വസിക്കുന്നു. മരണത്തിന് കാരണമായത് ഒരു ശത്രുവാണെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പ്രതികാരം നടത്തും. പ്രതികാരം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ചിതാഭസ്മം സൂപ്പാക്കി കുടിക്കുകയുള്ളൂ. ഇതിലൂടെ മരിച്ച ആളുടെ ആത്മാവ് ശാന്തി നേടും എന്നവർ കരുതുന്നു. ഈ ആചാരം ലോകത്ത് അപൂർവമായി കാണപ്പെടുന്ന ഒന്നാണ്. യാനോമാമികൾക്ക് മരണം ഒരു അവസാനമല്ല, ആത്മാവ് കുടുംബത്തോടൊപ്പം തുടർന്നു നിൽക്കുന്ന ഒരു